ഹലോ മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞോ? ഞാൻ ഫുഡ് കഴിച്ചു. എനിക്ക് ഇന്ന് മുരിങ്ങയും പൂളിയായിരുന്നു. പിന്നെ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത്, എന്നും ഷോർട്ട് വീഡിയോ ആണ് ഇടൽ, ഇന്ന് ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനൊരു പഴുത്ത നേന്ത്രപ്പഴം ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കാനാണ് വന്നിട്ടുള്ളത്. പഴം കൊടുത്തൊക്കെ വേണ്ടാന്നറിയും. അപ്പോൾ ഇങ്ങനെ എന്നാൽ ഉണ്ടാക്കി കൊടുത്തു നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ മക്കൾക്ക് ഇഷ്ടപ്പെടും. കൂടുതൽ എണ്ണയിലിട്ട് പൊരിച്ചിട്ടും ഇതാക്കിയിട്ടൊന്നും അല്ലല്ലോ, 2 സ്പൂൺ നെയ്യല്ലേ ചേർക്കണുള്ളൂ. അപ്പോൾ പഴം പഴുത്തത് കട്ട് ചെയ്ത് നമ്മളെ ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. നല്ലോണം ആ നെയ്യിലൊന്ന് വഴറ്റി വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത്, നമ്മളെ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ ഒന്നും എടുക്കരുത് കേട്ടില്ലേ. അപ്പോൾ ചിരവിയത് നമ്മൾ അങ്ങനെ ഇട്ടാലേ ഉള്ളൂ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അങ്ങനത്തെ തേങ്ങ ഇട്ട് കൊടുക്കുക. അങ്ങോട്ട് നമ്മൾ 2-3 സ്പൂണ് പഞ്ചസാര, ഞാൻ 2 ഏലക്കായും കൂട്ടി പൊടിച്ചെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മളെ റവ ഇട്ട് കൊടുക്കുക. റവ ഇട്ട് കൊടുത്താൽ നമ്മളിങ്ങനെ മറ്റേതൊന്നും ഇളക്കിയ പോലെ റവ എന്ത് കിട്ടൂല. അപ്പോൾ നമ്മൾ എന്ത് കേട്ടോ, 1 കപ്പ് പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങോട്ട് ആ പാലിൽ കടന്ന് വേവും റവ. അതിനുള്ള റവയല്ലേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ എല്ലാതും ഇനി ഒന്നും ഇട്ട് കൊടുക്കാനില്ല, ഒക്കെ മിക്സ് ചെയ്ത് വേവിച്ചെടുത്തു. പാത്രത്തിൽ മാറ്റി വെച്ച് ചൂടാറിയതിന് ശേഷം നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുക. ഓരോ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം, ഫുള്ളായിട്ടും ഉരുട്ടിയതിന് ശേഷം നമ്മൾ അടുപ്പത്തേക്ക് വീണ്ടും ഒരു ചട്ടി വെക്കുക. ആ ചട്ടി വെച്ചതിന് ശേഷം നമ്മൾ 1 സ്പൂൺ നെയ്യ് അതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഈ ഉരുളകളുണ്ടല്ലോ, അത് ഫുള്ള് അതിലേക്ക് കംപ്ലീറ്റ് നമ്മളാണ് നിരത്തി കൊടുക്കുക. നിരത്തി വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചൂടിൽ, നല്ല തീ കത്തിക്കരുത്, ചെറിയ ചൂടിൽ നമ്മളിങ്ങനെ തിരിച്ചിട്ടും മറിച്ചിട്ടും നമ്മൾ എന്ത് കാട്ടുക, അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മൊരിപ്പിച്ചെടുക്കുക. ചെറിയൊരു ബ്രൗൺ കളറിലാക്കിയെടുക്കുക. നമ്മളെ എല്ലാ കുട്ടികളും, ചില കുട്ടികൾക്ക് കുഴപ്പമുണ്ടാവില്ല, ചില കുട്ടികൾ പഴം കൊടുത്താൽ തിന്നൂല. അപ്പോൾ നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ നമ്മളെ മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ നമ്മളെ സ്നാക്ക് ഇവിടെ റെഡി ആയിക്കണം കേട്ടോ. ഇതിലെ അടിപൊളി സൂപ്പർ സാധനമാണ്. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമ്മൾ കഴിക്കാം. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ.